അപ്പം ആദ്യത്തെ ചോദ്യം, ഞാൻ എൻലൈറ്റൻഡ് ആണോ? ഞാൻ എൻലൈറ്റൻഡ് അല്ല. രണ്ടാമത്തെ കാര്യം, എങ്ങനെ ജസ്റ്റിഫൈ ചെയ്യുന്നു? ഞാൻ ജസ്റ്റിഫൈ ചെയ്യുന്നുമില്ല. കാരണം അത് ഇപ്പം ബ്രോ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അത് ബ്രോൻ്റെ ഇഷ്ടം. പക്ഷേ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താ പറയുക, എന്തെങ്കിലും എന്താ പറയുക ഹയറാർക്കീസ് പറയുന്നതാണെങ്കിലും എല്ലാവരും പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു അറിവിൽ വി മസ്റ്റ് ഡു സർവീസ് ടു ഹ്യൂമൻ സൊസൈറ്റി. അങ്ങനെയാണ്. അപ്പം സർവീസ് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ചാരിറ്റി ചെയ്യണം, ഇതുപോലത്തെ സ്പിരിച്വൽ മെസ്സേജുകൾ ആളുകളിലേക്ക് എത്തിക്കണം. അപ്പം അതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. കാരണം സ്പിരിച്വൽ ലീഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്മ്യൂണിറ്റി ഫോം. എനിക്ക് അത്രയോ മെസ്സേജുകൾ അങ്ങനെ വന്നിട്ടില്ല. കാരണം പലപ്പോഴും നമ്മുടെ ഒരു പോസ്റ്റ്, നമ്മൾ റീല് കണ്ടിട്ട് അതിൽ ഇൻസ്പയർഡായ ഒരുപാട് ആൾക്കാർ സ്പിരിച്വാലിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം ഈ ആൽക്കെമിസ്റ്റ് പ്രോ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ ഒരുപാട് ആൾക്കാർ അതിൽ പലപ്പോഴും എൻ്റെ റീല് കാണുന്നു, അപ്പോൾ അതിലേക്ക് ഇൻസ്പയർഡ് ആയ ആൾക്കാരെത്തും. അപ്പോൾ നമ്മുടെ റോൾ പറഞ്ഞാൽ ഞാൻ പലപ്പോഴും ഉണ്ട്, ഇപ്പോൾ ഇത്രയും വീഡിയോസ് ഉണ്ട്, അത് നിങ്ങൾക്ക് നോക്കാം. അതിലൊരിക്കലും എനിക്ക് ഭയങ്കര പവർ ഉണ്ടെന്നോ ഞാൻ വെള്ളത്തിൻ്റെ മുകളിലൂടെ ആളെ നടത്തുന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നമുക്കറിയുന്ന ഒരുപാട് ആൻഷ്യൻ വിസ്ഡം ഉണ്ട്. അതിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ നമ്മൾ ഇവിടേക്ക് എത്തിക്കുന്നു. പല ആൾക്കാർക്ക് ഒരു ചേഞ്ച് സംഭവിക്കുന്നു. അതൊരു സന്തോഷം. അപ്പം ബ്രോയും അത് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നെവർ അണ്ടർ എസ്റ്റിമേറ്റ് ദ പവർ ഓഫ് പ്ലാന്റിങ് എ സീഡ്. ചിലപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സീഡുകളായിരിക്കും നാളൊരു അടിപൊളി ഫോറസ്റ്റ് ഉണ്ടാക്കുന്നത്.